അന്നത്തെ മീറ്റിംഗിൽ മുതലാളി കുറെ വാഗ്ദാനങ്ങളൊക്കെ തന്നിരുന്നു. അതൊന്നും നടപ്പിലായില്ല. എന്റെ മാർക്കറ്റിങ്ങിന്റെ തീവ്രത വളരെ കുറവാട്ടാ. നിനക്ക് ഇൻസെന്റീവ് കിട്ടിയില്ലേ? ഇല്ല, എനിക്ക് കിട്ടിട്ടാ. ഇവന്റെ മാർക്കറ്റിങ്ങിന്റെ തീവ്രത വളരെ കൂടുതലായിരുന്നു. 1000 രൂപ കിട്ടിയ തീവ്രത കൂട്ടാൻ ഞാൻ എന്താ ചെയ്യണ്ടേ? മര്യാദ പണിയെടുത്താ മതി. അതെ, മര്യാദക്ക് പണിയെടുക്കാണ്ടൊന്നല്ല, നമ്മുടെ പ്രൊഡക്റ്റിന് തീരെ തീവ്രതയില്ലേ. അത് അയാളോടൊന്ന് പറഞ്ഞോട്ടാ. ഒരു കാര്യമില്ല. ഈഗോ ഇനിയും കുറെ വാഗ്ദാനം പോലെ തന്നിട്ടുണ്ട്. എന്റെ അമ്മോ, എനിക്കൊന്നും കേൾക്കണ്ട. അവളുടെ ഒടുക്കത്തെ തള്ളല്. അവൻ തല്ലേടാ, അതും തല്ലേ. തള്ളടാ, നീ തല്ലിക്കോ. എടാ ആദ്യം തള്ളടാ. 3 സ്ലാബായിട്ടാണ് നമ്മുടെ സാലറി തരഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് സ്ലാബ് 40,000 സാലറി, 12 മണിക്കൂർ ഡ്യൂട്ടി, ഹെവി പ്രഷർ, ഹെവി ടാർഗറ്റ്, നിങ്ങളുടെ ഉറക്കം കെടുത്തും, പ്ലസ് ഇൻസെന്റീവ്. ഇനി സെക്കൻഡ് സ്ലാബ് 25,000 രൂപ സാലറി, 12 മണിക്കൂർ ഡ്യൂട്ടി, ലോ പ്രഷർ, ലോ ടെൻഷൻ, ലോ ടാർഗറ്റ്, ഉറക്കം ചെറുതായിട്ട് കെടുത്തും, ലോ ഇൻസെന്റീവ്. ഇനി മൂന്നാമത്തെ സ്ലാബ് 15,000 രൂപ സാലറി, 12 മണിക്കൂർ ഡ്യൂട്ടി, നോ ടെൻഷൻ, നോ പ്രഷർ, നോ ടാർഗറ്റ്സ്, നോ ഇൻസെന്റീവ്. ശമ്പളം ചിലപ്പോ വൈകും. ഏത് സ്ലാബായാലും പണിയെടുക്കുന്ന സമയത്തിന് മാത്രം വ്യത്യാസമില്ലല്ലേ? ഇതൊരുമാതിരി മൂഞ്ചിയ ജോലിയാ. സ്ലാബ് 4 പറയട്ടെ, ഞങ്ങൾ ഈ പണി നിർത്താൻ പോവാ. എടാടാ പോവലടാ, നിങ്ങൾ പോയിന് ഈ പണി മൊത്തം നടക്കേണ്ടി വരൂടാ. വണ്ടി തള്ളടാ, തള്ളിക്കോ. ബംഗാളി പെട്രോൾ ആയിട്ട് വരുന്നുണ്ട്. നമസ്തേ ചേട്ടാ. നമസ്തേ. ഞങ്ങളെ മനസ്സിലായാ? മനസ്സിലായി ചേട്ടാ, മനസ്സിലായി. അന്ന് നിന്റെ മുതലാളി പശുവിന്റെ പിന്നെ ഒളിച്ചിരിക്കലായിരുന്നു. മുതലാളി പശുവിന് പുല്ല് തീറ്റിക്കൊണ്ടിരിക്കുക. അതെ, ഇത് എന്റെ കയ്യെ പറ്റിയതല്ല, ഇത് മുതലാളിയെ പറ്റി തന്നെയാ. ഇതുവരെ ശരിയാക്കിയിട്ടില്ല. ചേട്ടാ 150 രൂപ. 150 രൂപ? ഏത് 150 രൂപ? പെട്രോൾ കാശ്. പെട്രോൾ കാശാ? അത് നിന്റെ മുതലേ ഞങ്ങൾക്ക് കുറെ കാശ് തരാണ്ട്, അതില് വരവെച്ചിട്ടുണ്ട് കേട്ടാ. അത് ശരിയാവില്ല ചേട്ടാ, അത് ശരിയാവില്ല. എന്റെ കാശ് എനിക്ക് കിട്ടണം. നിന്റെ മുതലാളി ഞങ്ങളെ കൊറേ നാളായി ഓടിക്കണു. അതിന്റെ ചെലവൊക്കെ ആര് തരും? എന്റെ കാശ് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ വിവരം അറിയാം. എന്റെ കാശ് കിട്ടണം.